ഇന്ന് ഞാൻ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബ്രാൻഡ്സിന്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് മോസ്റ്റ് അഫോർഡബിൾ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ നേരെ പോയത് സ്റ്റാർബക്സിലേക്കാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്ന ബ്രാൻഡാണ് സ്റ്റാർബക്സ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇതിനകത്ത് കയറിയിട്ടില്ല. മിക്കവാറും ലോൺ എടുക്കേണ്ടി വരും. പക്ഷേ ഈ ചലഞ്ചിന് 2 കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ നമ്പർ 1, ഈ ഒരു ചലഞ്ച് ചെയ്യാൻ എന്റെ കൂടെ ഒരാളെ കൂടെ ഇൻവൈറ്റ് ചെയ്യണം. എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരുമോ എന്ന് ഞാൻ കുറെ പേരോട് ചോദിച്ചു. എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരാമോ? പക്ഷെ ആരും വന്നില്ല. അവസാനം എനിക്ക് ഒരാളെ കിട്ടി. അതാണ് എന്റെ ഫ്രണ്ട് സൂരജ്. നമ്മള് മോസ്റ്റ് എക്സ്പെൻസീവും മോസ്റ്റ് അഫോർഡബിളും ഫുഡ് ട്രൈ ചെയ്യാൻ പോവാ. ഞാൻ ഇതുവരെ സ്റ്റാർബക്സിൽ കയറിയിട്ടില്ല. ഞാനും കയറിയിട്ടില്ല. കാരണം നമ്മളിങ്ങനെയാണല്ലോ, നമ്മള് കോമൺ ആയിട്ടുള്ള ആൾക്കാര് ഇവിടെയൊക്കെ കയറാൻ പേടിയാ. എനിക്ക് ഇപ്പോഴും കയറാൻ പേടിയാ. എന്റെ കൈ പറയുന്നത് എനിക്ക് ഈ പ്രൈസ് പോയിന്റ് കാണുമ്പോൾ പേടിയാണ്. നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. Belgian chocolate frappuccino. ഓർഡർ ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്റെ അമ്മേ, എന്റെ കോളേജിലെ വൈവിക്ക് പോലും എന്നോട് ആരും ഇത്രയും ചോദ്യം ചോദിച്ചിട്ടില്ല. ഏതായാലും കുഴപ്പമില്ല. മോസ്റ്റ് എക്സ്പെൻസീവ് ബെൽജിയൻ ചോക്ലേറ്റ് ലാറ്റെ, അഫോർഡബിൾ ക്ലാസിക് ഹോട്ട് കോഫി. രണ്ടും Thank you. This is your classic hot coffee and Belgian chocolate latte. Enjoy your drink. Thank you. ഇനിയാണ് ഇതിന്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്. നമ്മൾ ടോസ് ഇടും. ടോസ് വീഴുന്ന ആള് മോസ്റ്റ് എക്സ്പെൻസീവ് സാധനം കുടിക്കും, മറ്റേ ആള് അഫോർഡബിൾ. ഓക്കെ, ടോസ് ഇടാം. പറഞ്ഞ ഓക്കെ, നീ Okay. ഫസ്റ്റ് ഞാൻ മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി ഇൻ സ്റ്റാർബക്സ്. ഇതെങ്ങനെ കഴിക്കുന്നത്? ഫസ്റ്റ് ഞാൻ ട്രൈ. പേര് പറഞ്ഞു കൊടുക്കും. ഇതിന്റെ പേര് ബെൽജിയൻ ചോക്ലേറ്റ് ഫ്രാപ്പുച്ചിനോ അല്ലേ? അല്ലല്ലോ. ഇതെന്തോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേര് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തോ ബെൽജിയം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. പിന്നെ ഇത് കാപ്പി അഫോർഡബിൾ. ട്രൈ ഇടേ. ഫസ്റ്റ് ടൈം അല്ല. ഇറ്റ്സ് ലൈക്ക് സംതിങ്. മലയാളത്തിൽ പറഞ്ഞാൽ മതി. നല്ല മധുരം ഉണ്ടെന്നോ അങ്ങനെ. തണുപ്പും ചൂട്, ഒരു സൈഡിൽ തണുപ്പ് ഒരു സൈഡിൽ ചൂട്. നീ ട്രൈ ചെയ്ത് നോക്കിയോ? കുഴപ്പമില്ല. എന്താണ് അതിന്റെ ഒരു സുഖം? Just looks rich. അല്ലേ, നമ്മള് റിച്ച് ആയില്ലേ? നീ ഇംഗ്ലീഷ് സംസാരിക്കും. ഞങ്ങൾ ശരിക്കും ഈ കോഫി 3 പേരും മാറി മാറി കുടിച്ചിട്ടും തീരുന്നില്ല. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? ഇതാണ് മോസ്റ്റ് അഫോർഡബിൾ കോഫി ഇൻ സ്റ്റാർബക്സ്. ഇനി പറ. ഒരുത്തന്തേ കാപ്പി കുടിച്ച് പൂസായിരിക്കും. ബില്ലിംഗ് ടൈം. ഇവിടുത്തെ മോസ്റ്റ് അഫോർഡബിൾ കോഫിയുടെ റേറ്റ് ആണ് 150 രൂപ. മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി 475 രൂപ. 65 ഏത്തക്കാപ്പം തിന്നാം. ഇപ്പോഴുള്ള മനുഷ്യ സമൂഹം ലഹരിക്ക് അടിമയാണ് അല്ലേ? നമ്മളിവിടെ കോഫി കുടിച്ചിട്ട് പൂസായിട്ട് കോഫി കുടിച്ച് കിക്കായി. അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ബ്രാൻഡാണ് മക്ഡൊണാൾഡ്. കം ഓൺ. ഡൊണാൾഡ്സ് ആണോ മക്ഡൊണാൾഡ്സ് ആണോ? ഡൊണാൾഡ്സ് ആണ്. ഞാൻ മെക്ഡി എന്ന് പറയാം, എളുപ്പത്തിന്. സ്റ്റൈലല്ലേ? ഇവിടുത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ബർഗർ ഏതായിരിക്കും? ചിക്കൻ ഗ്രീവിയും ഉണ്ടോ? താങ്ക് യു സർ. താങ്ക് യു. ആ ചീസൊക്കെ ഉണ്ടോ മെൽറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങിയേക്ക്? ഇതെന്താ വെള്ളരിക്ക? ഇത് ലെറ്റ്യൂസ് അല്ലേ? എടാ, എക്സ്പെൻസീവ് തിന്നാ മാത്രം പോലെ വിവരം വേണം. അല്ലല്ല, ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ബൺ. ഓക്കെ, ഇത് കറക്റ്റ് അല്ലേ? ചീസ് അതിന്റെ ബ്യൂട്ടി നോക്കുക. ചീസ് മെൽറ്റായി ഭയങ്കര ഒരു ഇത് എല്ലാവർക്കും. ചിക്കൻ ഇത് വെള്ളരിക്ക. ശരിക്കും പറഞ്ഞാല് ഏറ്റവും കഴിക്കാൻ പാടുള്ള ഫുഡ് ബർഗർ ആയിരിക്കും. കാരണം ഇങ്ങനെ കഴിക്കണ്ടേ അല്ലേ? ശരിക്കും ബർഗർ ശരിക്കും സൗത്ത് ഇന്ത്യയിലായിരുന്നു ഒറിജിനേറ്റ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ മറ്റേ വെട്ടി നുറുക്കിയിട്ട്
കൊത്തു ബർഗർ എന്നൊക്കെ. ഞാൻ ഈ ബർഗർ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന എപ്പോഴാണെന്നറിയോ? ഞാൻ കുഞ്ഞിലെ പണ്ട് എൻ്റെ അമ്മയുടെ കൂടെ ഒരു പാർക്കിൽ പോയി. അപ്പൊ അവിടെ ഈ ഒരു സാധനം വെച്ചിരിക്കുന്നു, ബണ്ണ് മുറിച്ചിട്ട് അതിന്റെ അകത്ത് വേറെന്തോ സാധനം. അത് വടാപ്പാവാണ്. വടാപ്പാവല്ല, അതിന്റെ അകത്ത് മറ്റേ പച്ച ഇലയൊക്കെ വിരിച്ചിട്ട് ഒരു സാധനം, നമ്മൾ കാർട്ടൂണിനകത്ത് കാണുന്ന പോലത്തെ ഒരു സാധനം. അപ്പൊ എനിക്ക് തോന്നി ഈ സാധനം എങ്ങനെയെങ്കിലും കഴിക്കണം. പണ്ട് കാർട്ടൂൺ മാത്രമേ ആദ്യമായിട്ട് ഞാൻ റിയൽ ലൈഫിൽ കാണുക. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചത് മേടിച്ചു തരുമോ പറഞ്ഞു. അത് വേറെന്താ സാധനം, അതൊക്കെ വിഷമാ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ആ കഥയ്ക്ക് ശേഷം ഇപ്പോ ബർഗർ ആരും റെസ്ട്രിക്ഷൻ ഇല്ലാതെ കഴിക്കുന്നു. ഭയങ്കര എരിവ്. ഇതിന്റെ പേര് സ്പൈസിയാണ്, പക്ഷെ എനിക്ക് എരിയുന്നില്ല. ലാസ്റ്റ് പീസ് ആണ് കഴിക്കാൻ പോകുന്നത്. ബർഗറിന്റെ അകത്താണ് സോസ് വയ്ക്കേണ്ടത്. ഞാൻ മറന്നുപോയി. ഞാൻ സോസ് ബർഗറിന്റെ ഉള്ളിൽ ഒഴിക്കാൻ പറഞ്ഞു. എന്തായാലും മേടിച്ചല്ലേ, ഞാൻ ഇവിടെ തന്നെ സിപ്പ് കഴിക്കുന്ന പോലെ ഇതും കൊള്ളാം. ബില്ലിംഗ് ടൈം. മക്ഡൊണാൾഡ്സിൽ ഞാൻ ഓർഡർ ചെയ്ത ഏറ്റവും എക്സ്പെൻസീവ് ബർഗർ എന്ന് പറയുന്നത് മക് സ്പൈസി പ്രീമിയം ചിക്കൻ ആണ്. അതിൻ്റെ ഏകദേശം റേറ്റ് 228. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് മക് സേവർ KOR ചിക്കൻ സൂപ്പ്. ഇത് ശരിയാവില്ല, ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ ടോപ്പർ ഇപ്പോഴും സ്റ്റാർബക്സ് ആണ്. നിങ്ങൾ സൂയിസൈഡ് ബർഗറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് ബർഗർ കിങ്ങിലെ ഒരു സീക്രട്ട് മെനു ആണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ബർഗർ കിങ്ങിലേക്കാണ്. ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ പേടിയുണ്ട്. ഇത് കഴിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ ആള് മരിക്കും എന്നാണ് ഞാൻ കേട്ടത്. എങ്കിൽ പിന്നെ അത് തന്നെ ഓർഡർ ചെയ്യാം. ഇവിടെ സൂയിസൈഡ് ബർഗർ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ടോ? ഇല്ല അല്ലേ? അല്ല, സൂയിസൈഡ് ബർഗർ എന്ന പേര് ഇല്ല. പക്ഷേ ഞാൻ അവിടുത്തെ മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ബർഗർ ഓർഡർ ചെയ്തു. അതൊക്കെ ഉണ്ട്. ഞാൻ കഴിക്കാം. എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഞാൻ 2 ബർഗർ. അതിന്റെ ആവശ്യമില്ല. അത് നോക്കി, ഇതിന്റെ അകത്തെ സ്റ്റഫിങ് നോക്കി. എക്സ്പ്രഷൻ ഇടാൻ പോലും അറിയൂല, അതാണ്. അതൊന്നല്ലേ ഇത് ആ ബർഗർ ട്രൈ നോക്കിയോ? തരോ? ഓക്കെ, അപ്പോൾ ഇതെടുക്കാം. We going to experience affordable and expensive burger. Sorry, record. Okay. ഇത് വെച്ചാണ് എക്സ്പെൻസീവ് സാധനങ്ങൾ കഴിക്കാൻ. എന്താണ് നല്ലത്? നമ്മൾ എക്സ്പെൻസീവ് ബർഗർ ആണെങ്കിലും ഇതിനകത്ത് ലെറ്റ്യൂസ് ആണ് കാണാൻ കിട്ടാത്തത്. പക്ഷെ സവാള ഭയങ്കര കൂടുതലാണ്. ഞാൻ ഇറ്റ്സ് നോട്ട് സവാളയുടെ ഒരാളല്ല, അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ടേസ്റ്റ് മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം. ഇതെന്തപ്പോ കാണിച്ചോണ്ടിരിക്കുന്ന ടേസ്റ്റ് ഉണ്ടോ? നീ മണ്ണ ഞാനും മണ്ണ. അതെ, കൊള്ളാം. ഇറ്റ്സ് എ ഗുഡ് റെസിപ്പി. എക്സ്പെൻസീവ്. രാവിലെ തൊട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് മനുഷ്യൻ ഒരുമാതിരി പൂസായ അവസ്ഥയാണ്. ബർഗർ കഴിച്ചിട്ട് അടിച്ച് ഓഫ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും നമ്മൾ നിർത്തത്തില്ല. നമ്മൾ അടുത്തായിട്ട് കഴിക്കാൻ പോകുന്നത് പിസ്സയാണ്. പിസ്സ ഹട്ടിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് മോസ്റ്റ് അഫോർഡബിൾ പിസ്സ നമ്മൾ കഴിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മദ്യവും ലഹരിയും ഒന്നും ഉപയോഗിക്കരുത്. അതിന് പകരം ബർഗർ കഴിക്കുക. 4 ബർഗർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുറ്റുമുള്ളതൊന്നും കാണത്തില്ല. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, സോഷ്യൽ ആങ്സൈറ്റി അതൊക്കെ മാറും. മാറുന്നല്ല, ഇല്ല. അപ്പൊ അവിടെ കിടക്കുമായിരുന്നു ഞങ്ങള്. അത് സോഷ്യൽ ആങ്സൈറ്റി അല്ല, ഇവിടുത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് പിസ്സ ഏതാ? എക്സ്പെൻസീവ് ആയിട്ട് ഇപ്പോ 689 ആണ് മാക്സ്. 689 അത് പറഞ്ഞു. വി ഗോട്ട് ഇറ്റ്. വാ,
നമുക്കൊരു കാര്യം ചെയ്താലോ, ഇത് നമുക്ക് വെളിയിൽ പോയിട്ട് കഴിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറിനെ കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ട് പിസ്സ പാർട്ടി നടത്താം. കമോൺ ലെറ്റ്സ് ഗോ. യാ അങ്ങോട്ടോ? അങ്ങോട്ടോ? പൂസ ഹലോ, ഞങ്ങളൊരു പിസ്സ പാർട്ടി നടത്തുക. ഞങ്ങളുടെ കഴിക്കാൻ വരുന്നു. പിസ്സ ചേട്ടാ ഇപ്പതാ ബിരിയാണി ബിരിയാണി. ഓക്കെ. അങ്ങനെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരെ കണ്ടുപിടിച്ചു. എന്നാ കഴിച്ചോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഞാൻ ഈ ഫുഡൊന്നും ഒട്ടും എൻജോയ് ചെയ്യുന്നില്ല. കാരണം എനിക്കിഷ്ടം സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. അതുകൊണ്ട് ഞാൻ അടുത്തതായിട്ട് പോകുന്നത് ശ്രീ ശരവണ ഭവൻ. ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അങ്ങോട്ടോ കൈതാ. ഓക്കെ ബാ. വിശക്കുന്നുണ്ടോ? നമ്മളിന്ന് ഇവിടുത്തെ മോസ്റ്റ് എക്സ്പെൻസീവും മോസ്റ്റ് അഫോർഡബിളും ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പോവാ. കുഞ്ഞിന് ഏതാ വേണ്ടേ? എക്സ്പെൻസീവ് വേണോ അഫോർഡബിൾ വേണോ? കുഞ്ഞിന് എക്സ്പെൻസീവ്. ഓക്കെ, ഇവിടെ മോസ്റ്റ് എക്സ്പെൻസീവ്. ഇവിടുത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് പനീർ ബർജി. ഓക്കെ, നമ്മള് ഫിക്സ് ചെയ്തു. പനീർ ബുർജിയും പിന്നെ പപ്പടത്തിന് 5 രൂപ. അത് അഫോർഡബിൾ. എക്സ്പെൻസീവ് ആയിട്ടുള്ളത് പനീർ ബുർജി. ഓർഡർ സക്സസ്ഫുൾ. അലക്സയുടെ കണ്ണ് ഇന്ന് ഞാൻ അലക്സയുടെ കണ്ണ് ചെയ്തു. അടിപൊളി. 1 2 3. സൂപ്പർ. കാണിച്ചേ എല്ലാ സ്റ്റൈലാണ്. ആര്? ഇതാണ് ഇവിടുത്തെ മോസ്റ്റ് അഫോർഡബിൾ സാധനം. ഉഴുന്നോട. ഇതാ കുഞ്ഞ് കഴിക്കണ്ടേ? കഴിക്കി. പിന്നെന്തിനാ ഓർഡർ ചെയ്ത്? കഴിക്കി. ഇതാണ് പനീർ ബുർജി. ആദ്യത്തെ ഞാൻ തരാം. നല്ലതാണോ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള വേറെ വീഡിയോസ് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി.